ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ രാത്രിയിൽ ലൈവിൽ നടന്ന ഒരു സംഭവമാണ് ഞാനീ പറയുന്നത്. ഇന്നലെ രാത്രിയിൽ അക്ബറിനും ആര്യനും വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് അനുമോളോട് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചു. അവരുടെ മുട്ടയുണ്ട്, അത് ബുൾസ എങ്ങാണോ അടിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അനുമോൾ ഓക്കെ പറഞ്ഞ് അനുമോളും ആര്യനും അക്ബറും കൂടെ കിച്ചണിൽ കയറിയ സമയത്ത് അവിടെ കടലമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു, കടലമാവ് ഇത്തിരി 1 സ്പൂൺ കടലമാവിട്ട് ദോശയാക്കി തരാമെന്ന് ചോദിച്ചു. അപ്പോൾ കടലമാവ് ഇവർക്ക് ലക്ഷറി കിട്ടുന്നതാണെങ്കിൽ പോലും ഇത് മിക്കവാറും യൂസ് ചെയ്യാതെ ഇവർ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അനുമോൾ എന്ത് ചെയ്ത്, ഓക്കെ ഇത്തിരി എടുത്തിടാമെന്നും പറഞ്ഞ് ഇത്തിരി എടുത്തിട്ട് ദോശ ഉണ്ടാക്കി ആര്യനും കൊടുത്തു, അക്ബറിനും കൊടുത്തു. അവർ കഴിച്ചു. അനുമോൾക്ക് വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് അനുമോൾ എന്ത് ചെയ്ത് വേറെ ബാക്കി എടുത്തുണ്ടാക്കിയിട്ട് ആദിലയ്ക്കും നൂറയ്ക്കും, അല്ലെങ്കിൽ അവിടെ ഉണർന്നിരിക്കുന്ന ആരാണോ, കാരണം ഇത് പാതിരാത്രിയിൽ നടക്കുന്ന സംഭവമാണ്, അവർക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് കൊണ്ടുപോയി. ഇതിനു മുൻപ് തന്നെ നെവിൻ ഉണർന്ന് കിച്ചണിൽ വന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. കണ്ടിട്ട് തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നെവിനും ആദിലയും നൂറയും എല്ലാം കൂടെ അനുമോൾക്കെതിരായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ അങ്ങോട്ട് തുടങ്ങി. അനുമോളുടെ സാധനങ്ങളെടുത്ത് നെവിൻ പുറത്തു കൊണ്ടെറിയാൻ ഭാവിക്കുന്നു. അനുമോളുടെ കയ്യിൽ നിന്ന് ആ ഭക്ഷണം തട്ടി താഴെ ഇടുന്നു, പിടിച്ചു പറിക്കാൻ നോക്കുന്നു എന്ന് വേണ്ട സർവത്ര ബഹളമായങ്ങ്. ഈ കഴിച്ചവരും ഉണ്ടാക്കിച്ചവരും അടക്കം, ഇത് വേണം എന്ന് പറഞ്ഞ് ഉണ്ടാക്കിച്ചവരടക്കം നല്ലവരായി. അനുമോൾ മാത്രം ഒറ്റപ്പെട്ടു. സ്വന്തം കൂടപ്പിറവിനെ പോലെ കരുതിയിരുന്ന ആദിലെ നൂറേം പോലും അനുമോൾക്കെതിരെ പറഞ്ഞു. ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥ. അതായത് വേറെ ഏതൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും അനുമോൾ ഇതിൽ വന്ന് ഒത്തിരി മാറിയെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അനുമോളുടെ മുൻപുള്ള ഒരു രീതി വെച്ചിട്ടാണ് അനുമോൾ കരഞ്ഞ് തളർന്ന് എക്സിറ്റായി പോയതിന്, സ്വയം ഇറങ്ങിപ്പോയതിന്. അത്രമാത്രം ടോർച്ചർ ചെയ്തു ഇന്നലെ അവിടെ. അതിൽ അനീഷ് മാത്രമൊന്നും പറഞ്ഞില്ല. ക്യാപ്റ്റനായ ഷാനവാസും ബാക്കിയുള്ളവരുമായിട്ട് ചേർന്ന് കുറച്ചൊക്കെ അനുമോളെ പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ സാബുമാനടക്കം. സാബുമാൻ നല്ലൊരു നല്ലൊരു ഗെയിമറും അല്ല, നല്ലൊരു പേഴ്സണും അല്ല. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ച നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ്. പക്ഷേ അവിടെ ഇവിടെ മാറി ഈ കുശുമ്പും കുന്നായ്മയൊക്കെ പറയുന്നൊരു ടൈപ്പാണ് സാബുമാനും. പോകെയാണല്ലോ ഓരോരുത്തരുടെ റിയൽ ആ ഒരു ഫേസ് പുറത്തോട്ട് വരുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ മുതൽ അനുമോൾ ഒറ്റപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം അത്രമാത്രം ടോർച്ചർ ചെയ്ത്, അത് ലൈവിൽ കണ്ടവർക്കേ മനസ്സിലാകത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ആ സ്ഥാനത്ത് നമ്മളാണെങ്കിലും നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകും. അത്ര ഒരവസ്ഥയായിരുന്നു. ഒരാളെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത്, ലക്ഷ്മി കിടന്നതുകൊണ്ട് ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. ബാക്കി എല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ. അനീഷ് വലുതായിട്ടൊന്നും അന്നേരം പറഞ്ഞില്ല, കാരണം അതിന് മുമ്പേ തന്നെ അനീഷ് കൊടുത്തിരുന്നല്ലോ അനുമോൾക്ക്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കി, കുറച്ചൊക്കെ അനുമോളുടെ തെറ്റുണ്ടില്ല എന്ന് പറയുന്നില്ല. എങ്ങനെ സംസാരിക്കണം ചില നേരത്തും, എസ്പെഷ്യലി കിച്ചണിൽ നിൽക്കാൻ പുള്ളിക്കൊരു സർവാധികാരം പോലെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരു പെൺകുട്ടിയാണെന്ന് ചിന്തിക്കണം. ഇത്രയും എടുത്തിട്ട് എല്ലാവരും കൂടെ ടോർച്ചർ ചെയ്യുമ്പം ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഏത് നിലയിലോട്ട് തകർന്നു പോകുമെന്ന് ഓർക്കണം. ഇതിനകത്ത് വ്യക്തമായിട്ട് കളിച്ചത് ആര്യനും അക്ബറും നെവിനും കൂടി ചേർന്നാണ്. കാരണം ഇവർ പ്ലാൻ ചെയ്തു അതിന് മുൻപ് തന്നെ. അതിന് ശേഷവും കാണിക്കുന്നുണ്ട് ഇവരുടെ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച്. നെവിനാണെങ്കിൽ വെറുപ്പിക്കലിൻ്റെ അങ്ങേ അറ്റം എത്തിയിരിക്കുകയാണ്. നെവിൻ്റെ വീട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, വയറ് പെരുകി അയമോദകം കൊടുത്താൽ മാറുമെന്ന്. അങ്ങനെ നെവിന് കുറച്ച് അയമോദകം മേടിച്ച് വെള്ളം തിളപ്പിച്ചങ്ങനെ കൊടുത്തെന്ന് നോക്കണം. നെവിൻ പറയുന്നത് നെവിന് ആങ്കറായിട്ട് മാറാനൊക്കെ ഇതിനകത്ത് വന്നേന്ന്. നെവിനെ കൊണ്ട് പറ്റുന്ന ഒരേ ഒരു ആങ്കറിങ്ങേ ഉള്ളൂ. എവിടെയെങ്കിലും ഫുഡ് ചലഞ്ച് ഉണ്ടെങ്കിൽ ആളിനെ വിളിച്ചോ ആൾ പോകും. കാരണം ഇത്രയും സീസൺ നടന്നതിലും ഇത്രയും വൃത്തികെട്ട ആഹാരത്തിന് വേണ്ടി ആക്രാന്തം അടിയിടുന്ന ഒരാളെ എങ്ങനെ ഈ നെവിനെ വീട്ടിൽ പോറ്റി? ഇപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം കൊണ്ട് അവരുടെ വീട്ടിൽ ഒരു തുക തന്നെ ബാക്കി വന്ന് കാണും, സേവിങ്സ് ആയി കാണും. കാരണം ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി എല്ലാ മനുഷ്യരും ഭക്ഷണം കഴിക്കും, കൂടുതലും കുറവും ഒക്കെ എല്ലാവരും കഴിക്കും. പക്ഷേ ഭക്ഷണത്തിന് വേണ്ടി ഇത്രയും അലമ്പും വൃത്തികേടും ഉണ്ടാക്കുന്ന ഒരാളെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. വളരെ മോശമെന്നേ പറയാനൊക്കത്തുള്ളൂ. ഒട്ടും ഡിസർവ്ഡ് അല്ലാത്ത ഒരു പേഴ്സണാണ്.
ഈ ടാസ്കിൽ കള്ളം കാണിക്കും, പറയുന്നതിൽ കള്ളം കാണിക്കും, ചെയ്യുന്നതിൽ കള്ളം കാണിക്കും. എന്നിട്ട് ഞാൻ ഇന്നലെ ലൈവ് ഫുള്ള് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഇന്ത്യൻ സമയം 3:30 ആയപ്പം നെവിൻ മുട്ട ബുൾസെ അടിച്ച് കാപ്പിയും കൂടി ഇട്ട് പുറത്ത് പോയിരുന്ന് കഴിക്കുന്നു. എന്താ ഇത് നെവിൻ? ഈ വയറ് കുമ്പയാക്കാനാണോ ഇങ്ങോട്ട് വന്നത്? വളരെ മോശം.